അയൺ നോട്ട് എഴുതിയതാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ സർ. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഹെഡിങ് എഴുതുക. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പം അയണും കോപ്പർ സൾഫേറ്റും കൂടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പർ സൾഫേറ്റ് സോൾട്ട് സൊല്യൂഷനകത്തുള്ള കോപ്പറിനെ മാറ്റിയിട്ട് അയൺ വന്ന് അവിടെ ഇരുന്നു. ഓക്കെ. എന്നാൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രണ്ട് സോൾട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷനകത്തുള്ള കാറ്റിയോൺ അപ്പുറത്തും അപ്പുറത്തെ സോൾട്ട് സൊല്യൂഷനകത്തുള്ള പോസിറ്റീവ്, അതായത് കാറ്റിയോൺ ഇപ്പുറത്തും വന്നിരിക്കുന്നതിനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നേരത്തെ ഒരാൾ മാത്രമേ പോയുള്ളായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പം എഴുതിക്കോ, റിയാക്ഷൻ ഇൻ വിച്ച് there is an exchange of ions between the reactants, എക്സാമ്പിൾ എടുക്കാം നമുക്ക്. NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവര് അക്വസ് ആയിരിക്കണം കേട്ടോ. അക്വസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ചത്, അലിയിച്ചത്. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുവാണ്. HCl അതും എന്താണ്? അക്വസ് ആണ്, വെള്ളത്തിൽ മിക്സ് ആക്കിയതാണ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നോക്കിക്കോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ ഏതൊക്കെയാ? Na പ്ലസും OH മൈനസും. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ ഏതൊക്കെയാ? H പ്ലസും Cl മൈനസും. അപ്പം എന്ത് ചെയ്യും? ഇവിടെ ഉള്ള കാറ്റിയോൺ ഇവന്റെ കൂടെയും ഇവിടെ ഉള്ള കാറ്റിയോൺ ഇവന്റെ കൂടെയും പോകും. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടെയും വരും, ഇവൻ ഇവിടെയും പോകും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ NaCl പ്ലസ് എന്തുണ്ടാവും? HOH എന്ന് പറയുന്നത് എന്താ? HOH എന്ന് പറയുമ്പോൾ വാട്ടർ അല്ലേ? H2 എന്നാ പറയുന്നത്. ഞാൻ HOH എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുക. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇത് അക്വ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ അയോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയോൺസ് ഒന്നും എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എലിജ ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യം? എലിജ ഓക്കെ, ശരി. നോക്കിക്കോളൂ. അടുത്തത് നോക്കിക്കോളൂ. അടുത്ത എഴുതിക്കോളൂ. Na2SO4 പ്ലസ് BaCl2. ഇത് രണ്ടും സോൾട്ട് ആണ് കേട്ടോ. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റേ കാണിച്ച കോപ്പർ സൾഫേറ്റും അതേപോലെ തന്നെ അതുപോലെ പൊടിയാ. ആ പൊടിയെ വെള്ളത്തിനകത്ത് കലക്കുമ്പോഴാണ് അത് അക്വസ് ആയിട്ട് മാറുന്നത്. അപ്പം ഇതും അക്വസ് സോൾട്ട് ആണ്, ഇതും അക്വസ് സോൾട്ട് ആണ്. അതായത് വെള്ളത്തിനകത്ത് ഇപ്പം നമ്മൾ ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഏതാ വെള്ളം ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ, അതിനെയാണ് അക്വസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാം? അതായത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ Na2SO4 എടുക്കുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ ബേരിയം ക്ലോറൈഡ് എടുക്കുന്നു. ഇത് രണ്ടും മൂന്നാമതൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടത്തെ അയോൺ Na പ്ലസും SO4 2 മൈനസും. ഇവിടത്തെ അയോൺ Ba2 പ്ലസും Cl1 മൈനസും. അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നോക്കിയോ, ഇവിടെ BaSO4 ആയിരുന്നു. കാരണം എന്താ? Ba2 പ്ലസും SO4 2 മൈനസോടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ BaSO4 വരും. പ്ലസ് എന്താണ്? എണ്ണയും സീലും കൂടെ ചേർന്നിട്ട് NaCl എന്നുണ്ടാവും. ഓക്കെ. ഇവന്റെ പേര് വേണമെങ്കിൽ എഴുതിയിട്ടോണം. ഈ അയോൺസ് എഴുതിയിട്ടില്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടോണം. ഇവൻ സോഡിയം സൾഫേറ്റ് ആണ്. താഴോട്ട് എഴുതിയിട്ടാൽ മതി. എപ്പോഴും റിയാക്ഷൻ ഇതിന്റെ താഴോട്ട് എഴുതുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. സൾഫേറ്റ്. ഇത് ബേരിയം ക്ലോറൈഡ്. ക്ലോറൈഡ് ഗീവ്സ് എന്താണ്? ഒരു ബേരിയം സൾഫേറ്റ്. ഈ ബേരിയം സൾഫേറ്റ് എന്താണെന്ന് അറിയാമോ? സോളിഡ് ആയിരിക്കും. സോളിഡ് എന്നല്ല, പ്രിസിപ്പിറ്റേറ്റ് ആയിരിക്കും. സോളിഡ് ചെയ്ത് പ്രിസിപ്പിറ്റേറ്റ്. അപ്പോൾ ഉണ്ടല്ലോ, ഒരു താഴോട്ടൊരു ആരോയും കൂടി ഇട്ടേക്കണം. താഴോട്ടൊരു ആരോ, ഡൗൺ ആരോ ഇൻഡിക്കേറ്റ് ദ ഫോംഡ് സബ്സ്റ്റൻസ് ഈസ് എ പ്രിസിപ്പിറ്റേറ്റ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ഈ NaCl എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അക്വസ് ആയിരിക്കും. ബാലൻസ് ചെയ്തിട്ടില്ല. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു. ഇത് ബേരിയം സൾഫേറ്റ് ആണ്. ബേരിയം സൾഫേറ്റ് ആണ്. അതേപോലെ ഇത് സോഡിയം ക്ലോറൈഡ്. ഓക്കെ. ഇനി എന്താണ് പ്രിസിപ്പിറ്റേറ്റ്?
ഇനി ഡൗൺ ആരോ എനിക്ക് അതും കൂടെ എഴുതി. ഡൗൺ ആരോ ഇത് ഡൗൺ ആരോ ആണ്. ഡൗൺ ആരോ എന്ന് പറയും. ഡൗൺ ആരോ indicates precipitate. എന്താണ് അക്ഷിത എന്നല്ലായിരുന്നു പേര്, കിട്ടുകയില്ല. അക്ഷിത എന്താണ് ഈ precipitate എന്ന് പറഞ്ഞാൽ? എന്താണ് precipitate? അല്ല, ശ്രേയ പറഞ്ഞു. എന്താണ് precipitate? ഇൻസൊല്യൂബിൾ സോൾട്ട്. ഇൻസോലുബിൾ സോൾട്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അങ്ങനെയാണ് ഇതുവരെ പഠിച്ചതിനകത്തൊന്നും നമ്മൾ ഇത് എഴുതിയിട്ടില്ലേ? നമ്മൾ സോളിഡ് സ്റ്റേറ്റിലുള്ള സോൾട്ട് കുറെ എഴുതിയിട്ടില്ല. ഇൻസോലുബിൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ precipitate ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അറിയാമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? രണ്ട് സോലുബിൾ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൽ സോലുബിൾ ആയിട്ടുള്ള രണ്ട് സോൾട്ട് നിങ്ങൾ എടുക്കുക. വെള്ളത്തിൽ സോലുബിൾ, അതായത് Na2SO4 ഒരു പൊടിയാണ്. ആ പൊടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എടുക്കുക. നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കലക്കുമ്പോഴത്തേക്ക് അത് മിക്സ് ആയിപ്പോകും. അതായത് വെള്ളം ഏതാ പൊടി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാവും. അതിനെ അക്വസ് എന്നാണ് പറയുന്നത്. അടുത്തത് ബേരിയം ക്ലോറൈഡ് എടുക്കുക. അതും പൊടിയാണ്. അതിനെ ഞാൻ വെള്ളത്തിൽ കലക്കുമ്പോൾ എന്താണ് അത്? ആ പൊടിയെല്ലാം എന്ത് ചെയ്യും? അതിനകത്ത് സോലുബിൾ ആയി പോകും, അല്ലേ? അപ്പോൾ രണ്ട് സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യാം? മൂന്നാമതൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് രണ്ടും കൂടി ഒരുമിച്ച് ഒഴിക്കുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഡിസോൾവ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അതിന് പല കളർ കാണും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ബേരിയം സൾഫേറ്റിന് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അതും കൂടെ എഴുതി വെച്ചേക്കണം കേട്ടോ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ബേരിയം സൾഫേറ്റ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, വൈറ്റ് കളറാണ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ. അപ്പം രണ്ട് സോലുബിൾ ആയിട്ടുള്ള സോൾട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് ഫോം ചെയ്യും. എപ്പോഴാണ്? ഓർത്തോണം, ഇൻസോലുബിൾ സോൾട്ടിനെ എല്ലാം പ്രസിപ്പിറ്റേറ്റ് എന്നല്ല പറയുന്നത്. രണ്ട് സോലുബിൾ ആയിട്ടുള്ള സോൾട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള സോൾട്ട് ഉണ്ടാവും. അതിനടിയിൽ ഇങ്ങനെ നടക്കും. മണ്ടയ്ക്ക് ഈ NaCl വെള്ളമായിട്ട് ചേർന്ന് കേട്ടോ, അക്വസ് മിക്സ്ഡ് ആയിട്ട് കിടക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ precipitation റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓർത്തോണം, ഇത് താഴോട്ട് എഴുതാം. ഇൻ എബവ് റിയാക്ഷൻ a white substance which is insoluble in water. Insoluble in water is formed. This insoluble substance formed is known as precipitate. എന്നിട്ട് താഴോട്ട് എഴുതണം precipitation റിയാക്ഷൻ എന്താ? ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനകത്ത് ഒരു precipitation റിയാക്ഷൻ കൂടെ നടക്കുന്നതേ ഉള്ളൂ. രണ്ടും ഒരേ റിയാക്ഷനകത്ത് നടക്കുന്നു. ഓക്കെ. അപ്പം ഇത് ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. വെൻ ടു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അക്വസ് ആയി എന്നർത്ഥം. ടു സൊല്യൂഷൻ കണ്ടെയ്നിങ് soluble salt are combined double displacement reaction takes place. Double displacement reaction takes place in which ions are exchanged between
ions are exchanged between the compounds. When one such compound is formed, one such compound is formed in solid form, it settle down at the bottom, settle down at the bottom of the container, അല്ലെങ്കിൽ test tube container. This reaction is known as precipitation reaction. അടുത്ത നോക്കിക്കോളൂ. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സാമ്പിൾ 2. അത് നമ്മൾ ആദ്യത്തെ precipitation reaction എക്സാമ്പിൾ നേരത്തെ എടുത്തു, ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നെടുത്തു. രണ്ടാമത്തെ നോക്കിയോ, കോപ്പർ സൾഫേറ്റ് CuSO4. ഇത് ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട്, ഇത് കോപ്പർ സൾഫേറ്റ് ആണ്, അത് ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് സൾഫൈഡുമായിട്ട് ചേരുവാണ്. സൾഫൈഡാണ്, ഹൈഡ്രജൻ സൾഫൈഡാണ്. അപ്പം ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ Cu2+, SO4 ഇവിടെ H+, S2- ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. ഈ Cu2+ ആരുടെ പോവും? നമ്മുടെ സൾഫറിലൂടെ പോവും. അപ്പം നമുക്കറിയാം Cu2+, S2- കൂടെ ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Cu2S. ഇവന്റെ പേരെന്താണെന്നറിയോ? ഇവനൊരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ്, PPT. പ്രസിപ്പിറ്റേറ്റിനെ കാണിക്കാൻ ഒരു ഡൗൺ ആരോ ആണ്. പ്ലസ് എന്താണെന്നറിയാമോ? പ്ലസ് പിന്നെന്താ, ഹൈഡ്രജനും സൾഫേറ്റും കൂടെ ചേർന്നിട്ട് H2SO4 ഉണ്ടാവും. അത് അക്വ സ്റ്റേറ്റിലാണ്. ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് അക്വ സ്റ്റേറ്റ് ആണ്. H2SO4 ആണ് അക്വ സ്റ്റേറ്റ്. ഇത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. ഇവന്റെ പേര് കോപ്പർ സൾഫൈഡ്. ഇത് ഈ കോപ്പർ സൾഫേറ്റും അക്വസ് ആണ്. H2S അക്വ സ്റ്റേറ്റിലാണ് എടുത്തിരിക്കുന്നത്. എന്നാലേ സോളിഡ് സ്റ്റേറ്റിലുള്ള ഇൻസോൾബിൾ സോൾട്ട് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ചോക്ക് പൊടി എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് മിക്സ് ചെയ്താൽ ഒരിക്കലും ചോക്ക് പൊടി അതിനകത്ത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ലയിക്കാൻ പോകുന്നില്ല. പകരം കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ചോക്ക് പൊടി അടിയിൽ ഒരു പത പോലെ ഇങ്ങനെ എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. അതാണ് പ്രസിപ്പിറ്റേറ്റ്. അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്നാണ് പറയുക. ഇനി എക്സാമ്പിൾ 3, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? ലെഡ് നൈട്രേറ്റ് എടുക്കാം. ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ Pbയും NO3 നൈട്രേറ്റും കൂടെ, PbNO3 ട്വൈസ് ആണ്. ഇത് ലെഡ് നൈട്രേറ്റ് എന്ന് വിളിക്കും. ലെഡ് നൈട്രേറ്റ്. ശരിക്കും ലെഡ് നൈട്രേറ്റ് എന്താണെന്നറിയോ? ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറായിട്ടുള്ള ഒരു ഇതാണ്. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സോൾട്ട് ആണ്. ഈ കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആണ്. അത് വേണം അവിടെ എഴുതിയിട്ടോണം, കുറേ പറഞ്ഞുകൊണ്ട് അത് പറയാൻ ഞാൻ. ബ്ലൂ ആണ്. ഈ ലെഡ് നൈട്രേറ്റ് എന്തുമായിട്ട് ചേരാൻ പോകുന്നറിയോ? പൊട്ടാസ്യം അയഡൈഡുമായിട്ട് ചേരാൻ പോവുക. Ki പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ചേരാൻ പോവുക. അതുമായിട്ട് ചേരുമ്പം അയോൺസ് എങ്ങനെയാ? ലെഡിന്റെ അയോൺ ഏതാ? ലെഡിന്റെ അയോൺ Pb2+, നൈട്രേറ്റിന്റെ അയോൺ NO3 ഇവിടെ K1+, I1- കമ്പൈൻ ചെയ്യുന്ന സമയത്ത് Pbയും Iയും കൂടാണ് കമ്പൈൻ ചെയ്യുന്നത്. Pb2+, I1- കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താന്ന് വരും? PbI2 എന്ന് വരും. ഇതിനെ ലെഡ് അയഡൈഡ് എന്ന് പറയും. ഇതൊരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. PPT എന്നാണ് എഴുതുന്നത് കേട്ടോ. ഇതിന്റെ പേര് ലെഡ് അയോഡൈഡ് എന്നാണ്. ലെഡ് അയോഡൈഡ് പ്ലസ് എന്നുണ്ടാവും KNO3. ഇത് അക്വ സ്റ്റേറ്റ്. അപ്പം ഇത് എഴുതിയേക്കണം. ഇതും അക്വസ് ആണ്,
ഇതും അക്വസ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ ഇതായിട്ട് തന്നിരിക്കുന്നത്. ഇതെല്ലാം ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് റിയാക്ഷനിലേക്ക് പോവാണ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. സബ് ഹെഡിങ് ആയിട്ട് ഓക്സിഡേഷൻ എഴുതാം. ഓക്സിഡേഷൻ എന്നിട്ട് ഓരോ ഡോട്ട് ഇട്ട് എഴുതാം. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അഡീഷൻ ഓഫ് ഓക്സിജനും റിമൂവൽ ഓഫ് ഹൈഡ്രജനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ തരികയാണ്. അത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ആവശ്യത്തിനും ഇനി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെച്ച് പഠിച്ചാൽ മാത്രം പറ്റത്തില്ല. എക്സ്ട്രാ 2 കാര്യങ്ങളിലൂടെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഈ ചാപ്റ്ററിനകത്ത് ഇത് പഠിപ്പിക്കുമ്പോൾ അങ്ങ് തരാം. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിയാക്ഷനകത്ത് ഇറ്റ് ഇസ് എ റിയാക്ഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ ഡോട്ട് ഇടണ്ട, ഡോട്ട് തന്നെ ഇവിടെ ഇട്ടാൽ മതി. നോക്കിയോ, ഇറ്റ് ഈസ് എ റിയാക്ഷൻ in which there is എന്നിട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് താഴെ ഒരു ഡോട്ട് ഇടുക. അതായത് ഓക്സിജനെ ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഓക്സിഡേഷനാണ്. ഇൻ വിച്ച് അഡീഷൻ ഓഫ് ഓക്സിജൻ. രണ്ടാമത്തേത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. മൂന്നാമത് ഇത് രണ്ടും നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കും. ആണോ ശ്രേയ? ആണോ അക്ഷിത? അതെ. ഓക്കെ. അപ്പൊ ഞാൻ എക്സ്ട്രാ 2 കൂടെ പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്ററിനകത്ത് ആവശ്യം ഉണ്ട്, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോണും ഓക്സിഡേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ എന്താന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ നമ്പർ അതും ഓക്സിഡേഷൻ ആണ്. അതായത് ഓക്സിജനെ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ എന്ന് പറയും, ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ എന്ന് പറയും, ഒരു എലമെന്റ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്താൽ ഓക്സിഡേഷൻ എന്ന് പറയും. ഒരു എലമെന്റ് റിയാക്ടന്റ് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാലും ഓക്സിഡേഷൻ ആണ് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. എക്സാമ്പിൾ Cu പ്ലസ് O2 ഗീവ്സ്. നമുക്കറിയാം Cuന്റെ അയോൺ ആകുമ്പോൾ Cu2 പ്ലസ് പ്ലസ് എന്താണ്, അതായത് കോപ്പറിനെ കത്തിക്കുക എന്നർത്ഥം. കോപ്പറിനെ കത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോർമൽ ആയിട്ടൊരു സാധനത്തിനെ കത്തിക്കുകയാണെങ്കിൽ അത് ഓക്സിജനുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Cu2 പ്ലസ് ആണ്, ഇവിടെ O2 മൈനസ് ആണ്. അത് കമ്പൈൻ ചെയ്യുമ്പോൾ CuO എന്നായിരിക്കും വരിക. ഇവനെ കോപ്പർ ഓക്സൈഡ് എന്ന് പറയും. ബ്ലാക്ക് കളറാണ് കേട്ടോ, ഇവൻ ബ്ലാക്ക് കളറാണ്. ഇവന് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ഓക്സൈഡ് എന്നാണ് ഇവൻ പറയുന്നത്. ബ്ലാക്ക് ഓക്സൈഡ്. ഇവന്റെ പേര് കോപ്പർ ഓക്സൈഡ്. ശരിക്കും കുപ്രിക് ഓക്സൈഡ് എന്നാണ് പറയുന്നത്. കോപ്പർ 2 ഓക്സൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കോപ്പർ ഓക്സൈഡ് കാരണം ഇതിന്റെ വാലൻസി 2 ആയതുകൊണ്ട് കുപ്രിക് എന്നല്ലേ പറയാ. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിട്ട് കൊടുക്കേണ്ടി വരും? ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓക്സിജൻ 2 ആണ്, ഓക്സിജൻ 2 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ കോപ്പറിനൂടെ 2 ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ കണ്ടോ, കോപ്പറിനകത്ത് ഓക്സിജനെ ആഡ് ചെയ്തപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ, ആൻഡ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ.
ഓക്കെ. അപ്പം ഇവിടെ ഈ കോപ്പറിന് ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ കളറാണ്, അതും ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ വീട്ടിനകത്ത് വയർ ചെയ്തിരിക്കുന്ന വയറിനകത്തൊക്കെയുള്ള കമ്പികളെയാണ് കോപ്പർ എന്ന് പറയുന്നത്. അത് ബ്രൗൺ കളറിലല്ലേ. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കത്തിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് ബ്ലാക്ക് കളറായിട്ടുള്ള കോപ്പർ ഓക്സൈഡ് അതിൻ്റെ സർഫസിൽ പറ്റിയിരിക്കും. ഉള്ളിലോട്ട് ബ്രൗൺ തന്നെ ആയിരിക്കും, അതിൻ്റെ സർഫസിലെല്ലാം കറുക്കും. എന്നാൽ ഈ കറുത്ത ബ്ലാക്ക് ഓക്സൈഡിനെ തിരിച്ച് കോപ്പർ ആക്കണേ എന്ത് ചെയ്താൽ മതി അറിയോ? റിഡക്ഷൻ നടത്തിയാൽ മതി. അതായത് അതിനകത്തൂടെ ഹൈഡ്രജൻ പാസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ അത് റിഡക്ഷൻ. അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. നോക്കിക്കോളൂ. ഇവിടെ അതിൻ്റെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കോ. ദ സർഫസ് ഓഫ് കോപ്പർ പൗഡർ. ഇനി ഞാൻ കോപ്പർ പൗഡർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ വയറിനകത്തുള്ള കോപ്പർ വയറിനെ ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച് പൊടിച്ചു. ഓക്കെ. എന്നിട്ട് കോപ്പർ പൗഡർ ആക്കി. എന്നിട്ട് അതിനെ ഞാനൊരു ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് ഞാൻ അടുപ്പേ വെച്ച് ചൂടാക്കിയപ്പോൾ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഓക്സൈഡ് ഉണ്ടാവും. ആ ബ്രൗൺ കളറായിട്ടുള്ള കോപ്പർ പൗഡർ എല്ലാം കറക്കും. ഓക്കെ. ദ സർഫസ് ഓഫ് copper powder becomes surface of copper powder becomes coated with black copper oxide. This is because copper oxide, because of formation of copper oxide. Formation of copper oxide. ഇനി അതിനെ തിരിച്ചെങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ഉള്ളൊരു ചോദ്യം ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇഫ് ഇതൊരു ഡോട്ട് ഇട്ട് എഴുതിയോ, ഇത് അടുത്ത ഡോട്ട് എഴുതിയോ. ഇഫ് hydrogen gas is passed over heated copper oxide, the black coating on the surface turns brown as the reverse reaction takes place. And copper is obtained. അത് CuO-യിനകത്തൂടെ ഹൈഡ്രജൻ പാസ് ചെയ്യുവാണ്, ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റഡ് കോപ്പർ ഓക്സൈഡിനകത്തൂടാണ് നമ്മൾ H2O അല്ല കേട്ടോ, H2 ആണ്. ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോൾ വീണ്ടും എന്തായിട്ട് മാറും? Cu+H2O ആയിട്ട് മാറും. കണ്ടോ, ഇത് വീണ്ടും തിരിച്ച് കോപ്പറായി. ഇത് ബ്ലാക്ക് ആയിരുന്നു, ഇത് ബ്രൗൺ ആയിട്ട് വീണ്ടും മാറി. ഇനി നമ്മൾ അടുത്തത് റിഡക്ഷൻ എന്താണെന്ന് പറയാൻ പോവാം. ഓൾറെഡി റിഡക്ഷൻ്റെ ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ ആ റിവേഴ്സ് റിയാക്ഷനകത്ത് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എഴുതിക്കോ. It is a reaction in which there is ഒന്നാമത്തെ നേരത്തെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആയിരുന്നു, ഇത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. കോപ്പർ ഓക്സൈഡിനെ തിരിച്ച് കോപ്പർ ആക്കാൻ വേണ്ടി നമ്മൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ചെയ്തത്. അത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. രണ്ടാമത്തേത് നേരത്തെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആയിരുന്നു, ഇത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞത് രണ്ടെണ്ണം എക്സ്ട്രാ തരണം. അതിൽ മറ്റേത് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അതേപോലെ തന്നെ
അവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഇത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ. ഓക്സിഡേഷൻ നമ്പർ ഇത്രേ ഉള്ളൂ. എന്നാൽ ഈ രണ്ട് നമുക്ക് നേരത്തെ റിയാക്ഷൻ വേണമെങ്കിൽ ഇവിടോട്ട് എഴുതാം. എന്താ, CuO-നകത്തൂടെ ഹൈഡ്രജൻ കടത്തി വിട്ടു. അപ്പോൾ അത് Cu-വും അതേപോലെ തന്നെ H2 ആയി. ഇവിടെ രണ്ട്, അതായത് ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയും ചെയ്തു, സോറി ഇവിടെ ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത്. ഓക്സിജനെ റിമൂവ് ചെയ്തപ്പോഴെന്താ, ഇവിടെ ശരിക്കും ഈ പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്സിജനെ റിമൂവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, അത് റിഡക്ഷനാണ് അല്ലേ. ഇത് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എക്സാമ്പിൾ ഇനി നമ്മൾ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കാൻ പോകുന്നത്. റെഡോക്സ് റിയാക്ഷൻ എഴുതാനുണ്ടെങ്കിൽ പറയണേ, എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാം, ഞാൻ സ്ലോ ആക്കാം. ഓക്കെ, റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ഇൻ വിച്ച് both oxidation and reduction and reduction takes place side by side. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടും ഒരു റിയാക്ഷനകത്ത് നടക്കുവാണെങ്കിൽ അതിനെ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഒരു ചോദ്യം കാണും. എന്താണെന്നറിയാമോ? അതായത് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഓക്സിഡേഷൻ എവിടെ നടന്നു, റിഡക്ഷൻ എവിടെ നടന്നു, ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ, റെഡ്യൂസിങ് ഏജന്റ് ഏതാ, കണ്ടുപിടിക്കാൻ അറിയാമോ ആർക്കെങ്കിലും? അതായത് എൻ്റെ ക്ലാസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തവർ, ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തവർക്കൊക്കെ അത് അറിയാമായിരിക്കും. ബാക്കിയുള്ളവർക്ക് നമ്മുടെ എലീജയ്ക്ക് അറിയാമോ? എലീജ അറിയാം സാർ. അറിയാം. ശരി, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നോക്കിക്കോളൂ. ഇതിപ്പോൾ താഴെ നിങ്ങളിപ്പോൾ റെഡോക്സിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. CuO plus H2 gives Cu plus H2O. ഇവിടെ ഓക്സിഡേഷൻ എവിടെ നടന്നു, റിഡക്ഷൻ എവിടെ നടന്നു, ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ, റെഡ്യൂസിങ് ഏജന്റ് ഏതാ? എലിജിയാണ് പറയേണ്ടത്. സാറേ, ഇപ്പം CuO reduced to Cu. CuO undergo reduction. And H2 oxidized to H2O. വെരി ഗുഡ്. അപ്പം CuO എന്ന് പറയുന്നത് Cu ആയിട്ട് മാറി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടന്നത് ഇങ്ങനെ ആരോ ഇട്ട് കൊടുത്ത് എഴുതണം. ഇവിടെ എന്താ നടന്നത്? ഇവിടെ റിഡക്ഷൻ അല്ല, റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നത് അല്ലേ. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ റിഡക്ഷൻ കാണിക്കുക. റിഡക്ഷൻ അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ H2-നകത്ത് ഓക്സിജൻ ആഡ് ആയി. അതായത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് അവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്. ഓക്സിജൻ ആണ് അത് ഓക്സിഡേഷൻ. ഓക്കെ, ഇനിയും ഇതിനകത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ, റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങളെ സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഓക്സിഡേഷൻ ആർക്കാണോ നടന്നത് അവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റും, റിഡക്ഷൻ ആർക്കാണോ നടന്നത് അവൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. കേട്ടോ? അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെയാണോ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചത്?
ആണോ എലിജ? uh, അങ്ങനെ അല്ലായിരിക്കും, ചിലപ്പോൾ ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നതും ഹൈഡ്രജനെ സപ്ലൈ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും പഠിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ? uh, ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ശ്രേയൊക്കെ എങ്ങനെ പഠിപ്പിച്ചത്? ശ്രേയ ഓക്സിഡേഷൻ ആവുന്നത് റെഡ്യൂസിങ് ഏജന്റ് അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പം എപ്പോഴും ചിന്തിച്ചോണം, ഓക്സിഡേഷനും റിഡക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ റെഡ്യൂസിങ് ഏജന്റും ഓക്സിഡൈസിങ് ഏജന്റും ലോജിക്കലി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക എന്താണ്, റിഡക്ഷൻ എവിടെയാണോ നടന്നത്, ആർക്കാണോ റിഡക്ഷൻ നടന്നത്, he should be a oxidizing agent and those who undergo oxidation are good reducing agent. അപ്പോൾ നമുക്ക് ഇവിടത്തെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? റിഡക്ഷൻ നടന്ന ആർക്കാ ഇവിടെ? COയ്ക്ക്. അതേപോലെ റെഡ്യൂസിങ് ഏജന്റ് ഏതാ? റെഡ്യൂസിങ് ഏജന്റ് ഏതാ? റെഡ്യൂസിങ് ഏജന്റ് ഇവിടെ ഓക്സിഡേഷൻ നടന്ന ആള് ആരാ? ഹൈഡ്രജൻ. എന്നിട്ട് താഴോട്ട് എഴുതി വെച്ചേക്കണം CuO undergoes reduction and forms Cu. H2 undergoes oxidation. H2 undergo oxidation and forms H2O. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി താഴോട്ട് എഴുതി വെച്ചേക്കുക the substance which undergo oxidation are called reducing agent. The substance which undergo reduction are called oxidizing agent. ഓക്കെ ആണോ? എഴുതിയോ? ഓക്കെ, ഇനി ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇത് എഴുതിയോ? എലിജയൊക്കെ എഴുതിയോ? എലിജ, ശ്രേയ? എഴുതി. ഓക്കെ, ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് അല്ല വേണ്ട, എക്സാമ്പിൾ കൂടെ എഴുതിക്കോ, സമയമുണ്ടല്ലോ, 40 എഴുതി. ഓക്കെ, നോക്കിക്കോളൂ. അതായത് ZnO പ്ലസ് സി ഗീവ്സ് എന്താ? Zn പ്ലസ് CO. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ZnO എന്തായിട്ട് മാറി? ZnO എന്ന് പറയുന്നത് Zn ആയിട്ട് മാറി. അപ്പം അതിനകത്തുനിന്ന് ഓക്സിജൻ റിമൂവ് ആയി. അപ്പോൾ ഇവിടെ നടന്നത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്. ഓക്സിജൻ അപ്പോൾ എന്താ? റിഡക്ഷൻ ആണ് അല്ലേ? ഓക്കെ, ഇവിടെ സി എന്തായിട്ട് മാറി? CO ആയിട്ട് മാറി. അതായത് ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്. അപ്പോൾ അവിടെ എന്താ? ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാ? സിങ്ക് ഓക്സൈഡിന് റിഡക്ഷൻ സംഭവിച്ചു. അപ്പം ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ZnO ആണ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബണേറ്റ്. ക്ലിയർ ആണോ? അടുത്തത്
അടുത്തത് MnO2 plus HCl gives MnCl2 plus H2O plus Cl2. ശ്രേയ ഒന്ന് പറയാമോ? Mn undergoes reduction. Mn undergo reduction ആണോ? അങ്ങനെയാണോ പറയണ്ടേ? Mn removal of oxygen. Mn അല്ലല്ലോ, MnO2 അല്ലേ? MnO2. അല്ലേ, അങ്ങനെ പറയണേ. Mn എന്ന് പറഞ്ഞാൽ തെറ്റാ അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താ MnO2 MnCl2 ആയപ്പോ അവിടെ എന്താ സംഭവിച്ചത്? Removal of oxygen. ഓക്സിജൻ സംഭവിച്ചു. അപ്പൊ എന്താ? അത് റിഡക്ഷൻ ആണ്. Reduction. ഓക്കെ. ഇനി HCl എന്തായിട്ട് മാറി? HCl H2O. അപ്പൊ HCl എന്താ ആഡ് ചെയ്തു? അവിടെ ഓക്സിജൻ. Addition of oxygen. ഓക്കെ, അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പൊ അതെന്താ? ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് അറിയാം. നമുക്ക് റിഡക്ഷൻ നടന്ന MnO2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? MnO2 ആയിരിക്കും. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവിടുത്തെ? ആരായിരിക്കും പറഞ്ഞോ ശ്രേയ? HCl. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഒരൊറ്റ ടോപ്പിക്കൂടെ പഠിപ്പിക്കാനുള്ളൂ. റാൻസിഡിറ്റി. അടുത്ത ഇത് എഴുതിയെങ്കിൽ അടുത്ത ഹെഡിങ് റാൻസിഡിറ്റി എന്ന് എഴുതുക. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പം നമ്മുടെ ചിപ്സ് ഒക്കെ കനക്കത്തില്ലേ? അതായത് കുറെ നാള് തുറന്നിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വെയിലത്തിരിക്കുവാണെങ്കിൽ അതിന്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പം അതിനെയാണ് റാൻസിഡിറ്റി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കനക്കുക എന്ന് പറയും. അതിനെയാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വറുത്ത ഐറ്റങ്ങൾ, അതായത് ഉപ്പേരി, ലേസ്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഓയിലിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് അല്ലേ? അപ്പം ആ ഓയില് നമുക്കറിയാലോ, ഓയിലിൽ ഇപ്പം എല്ലാത്തിനും കാർബൺ അങ്ങനെയുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ട്. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ രുചിയൊക്കെ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ടേസ്റ്റിലേക്ക് വരികയും നമ്മുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അതെന്താ? അത് റാൻസിഡ് ആവത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലേസിന്റെയും കുർക്കുറയുടെയും പാക്കറ്റിനകത്ത് നൈട്രജൻ ഫ്ലഷ് ചെയ്യും. അതാണ് അതിനകത്ത് ആ വീർത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നൈട്രജൻ ആണ്. നൈട്രജൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലും ഓക്സിജൻ അതിനകത്തോട്ട് കയറത്തില്ല, ഓക്സിജൻ റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫ്ലഷ് ചെയ്ത് ആണ്. നമുക്കറിയാലോ, ലേസിന്റെ ഒക്കെ എക്സ്പയറി 4 മാസമാണ്. ഒരിക്കലും നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ പൊട്ടറ്റോ ചിപ്സ് 4 മാസം ഇരിക്കത്തില്ല. അപ്പൊ അത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫ്ലഷ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അത് കുറെ നാള് നിൽക്കും. നൈട്രജൻ അതിനകത്ത് എയർ പോകുന്നതും വരെ. ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ ചെന്ന് മേടിക്കുന്ന സമയത്ത് കാറ്റ് പോയ ലേസ് ആയിരിക്കും. അപ്പൊ അത് അവിടെ പ്രിന്റിങ്ങിനകത്ത് എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ആ പാക്ക് ചെയ്ത സമയത്ത് എവിടെയെങ്കിലും ഒക്കെ ചെറിയ ഹോൾ കാണും. അതുവഴി എന്ത് ചെയ്തു? നൈട്രജൻ എല്ലാം എസ്കേപ്പ് ചെയ്ത് പിന്നെ ഓക്സിജൻ കയറും. അപ്പൊ അതിന് ടേസ്റ്റിന് വ്യത്യാസം കാണും കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പെട്ടെന്ന് വ്യത്യാസമൊന്നും കാണത്തില്ല. ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ. ഇപ്പൊ ഉപ്പേരി, അച്ചപ്പം, കുഴലപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഫ്ലഷ് ചെയ്തിട്ടല്ല ബേക്കറിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കനപ്പുണ്ടാവും. പ്രത്യേകിച്ച് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ അത് എഴുതിക്കോ. വെൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽ ആർ ഓക്സിഡൈസ്ഡ്, they become rancid, and their smell and taste will change. Usually substance which prevent oxidation are
oxidation are added to food containing fats and oil. Keeping food in airtight container, airtight containers help in preventing oxidation. അതായത് എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാലും പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഓണത്തിനൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മൂമ്മമാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലേ ഉപ്പേരിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഒരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് ഒരു പേപ്പറിൻ്റെ ഇത് വെച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കും എയർ കയറാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള വെക്കാൻ വേണ്ടി ആ പാത്രം അടച്ചു വെക്കും, നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ അടച്ചു വെക്കും. അപ്പോൾ അതൊക്കെ ഓക്സിഡേഷൻ വിധേയമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വൈ ഫാറ്റ് ആൻഡ് ഓയിൽ containing food are flushed with nitrogen. Question ആണ്, അത് വേറെ ഒന്നും കൊണ്ടല്ല. The main objective of flushing nitrogen into food packets containing oil and fat products is to avoid rancidity which results when oil and fats combines fats in food combines with oxygen and produces an unpleasant odor and taste. So flushing nitrogen create an unreactive environment which prevents rancidity. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാതിരുന്നാൽ റാൻസിഡിറ്റി ഉണ്ടാവില്ല. which prevents rancidity. ഒരു ടോപ്പിക് ഉണ്ട്, കൊറോഷൻ. ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ ഫുഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് റാൻസിഡിറ്റി. ഓയിൽ കണ്ടെയ്നിങ് ഫാറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ച് റാൻസിഡ് ആകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇരുമ്പ്, അതേപോലെ തന്നെ കോപ്പർ, അതേപോലെ പിച്ചള, ചെമ്പ്, ഇങ്ങനെ ഓട്, ഇങ്ങനെയൊക്കെയുള്ള മെറ്റലുകൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ കേടായിപ്പോകും എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പാവും. നമുക്കറിയാം ഇന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ വരെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇരുമ്പിലാണ്. അപ്പോൾ ഇരുമ്പിനൊരു പ്രശ്നമുണ്ട്, ഇരുമ്പ് തുരുമ്പിച്ചാൽ പിന്നെ ആ ഇരുമ്പിനെ ഒന്നിനും കൊള്ളത്തില്ല എന്നർത്ഥം. ഓക്കെ, ആ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഇരുമ്പ് ഓക്സിഡേഷൻ നടക്കുന്നുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയേക്കണം, കൊറോഷൻ.
കൊറോഷൻ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് മാത്രമല്ല കൊറോഷൻ. സിൽവർ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും സിൽവർ കുറച്ച് നാൾ അറ്റ്മോസ്ഫിയറിൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്താ പറയുക, അറ്റ്മോസ്ഫിയറിലുള്ള സൾഫറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പർ സൾഫൈഡ് ആയിട്ട് മാറും. അതിൻ്റെ മണ്ടയ്ക്ക് കോട്ട് ചെയ്യും. നേരത്തെ കോപ്പറിൻ്റെ മണ്ടയ്ക്ക് ഓക്സിജൻ കോട്ട് ചെയ്ത് ബ്ലാക്ക് ആയ പോലെ തന്നെ സൾഫറിൻ്റെ മണ്ടയ്ക്ക് സൾഫൈഡ് ആക്ട് ചെയ്തിട്ട് അതും ചെറിയ ബ്ലാക്ക് കളറാവും. പിന്നെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ അതും അതിനെ ടാർണിഷിങ് ഓഫ് സിൽവർ എന്നാണ് പറയുന്നത്. അതും അതിൻ്റെ കൊറോഷനാണ്. പിന്നെ നമ്മുടെ വിളക്കിലും പിച്ചളയിലും ഒക്കെ അല്ലെങ്കിൽ പിച്ചള പാത്രത്തിലും ഒക്കെ വരുന്ന പച്ച കളർ, അതായത് ക്ലാവ് എന്ന് പറയും. ഒരിക്കലും എന്താണ് പായലല്ല, അത് ക്ലാവ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊറോഷൻ എക്സാമ്പിളാണ്. അത് കോപ്പർ കാർബണേറ്റും കോപ്പർ ഹൈഡ്രോക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ക്ലാവ് എന്ന് പറയുന്നത്. പച്ച കളർ വിളക്കൊക്കെ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേക്കാതൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൽ പച്ച കളറിലൊരു ഇത് വരും, അത് ക്ലാവ്. അതിനെ നമ്മൾ ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതൊന്ന് വെൻ കൊറോഷൻ എന്ന് എഴുതിക്കോ. വെൻ എ മെറ്റൽ ഈസ് അറ്റാക്ഡ് by substances around it such as moisture, acid, etc. It is said to corrode. And the process is called corrosion. And the process is called corrosion. റസ്റ്റിംഗ് ഓഫ് അയൺ എക്സാമ്പിൾ പറയണം. റസ്റ്റിംഗ് ഓഫ് അയൺ. ഈ റസ്റ്റിൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാമോ? അത് വേണമെങ്കിൽ എഴുതിയിട്ടോണം. റസ്റ്റ് തുരുമ്പിൻ്റെ ഫോർമുല ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. Fe2O3.XH2O. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് തുരുമ്പെന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് വേണേ വരാം. 1 വരാം, 2 വരാം, 3 വരാം, 7 വരാം, 10 വരാം, എന്ത് വേണേ വരാം. രണ്ടാമത്തേത് ടാർണിഷിംഗ് ഓഫ് സിൽവർ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കോട്ടിംഗ് ഓൺ സിൽവർ. ബ്ലാക്ക് കോട്ടിംഗ് on silver which is formed when it reacts with the sulfides in the atmosphere. Ag2S അതിൻ്റെ സർഫസിൽ കോട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് Ag2S ആണ്, സിൽവർ സൾഫൈഡ്. മൂന്നാമത്തേതാണ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ. ക്ലാവ്. ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ. ബ്രാക്കറ്റിൽ എഴുതാം മിക്സ്ചർ ഓഫ് കോപ്പർ കാർബണേറ്റ് ആൻഡ് കോപ്പർ ഹൈഡ്രോക്സൈഡ്. മിക്സ്ചർ ഓഫ് കോപ്പർ കാർബണേറ്റ് and copper hydroxide. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ചാപ്റ്റർ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ബുധനാഴ്ച ഞാൻ ഓൾറെഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫിസിക്സ് ഒരു ചാപ്റ്റർ എടുക്കാം. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോകാം. അപ്പം എഴുതി കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.